Hello friends, welcome to my channel. ഞാൻ ഇന്നൊരു മസാല പൊട്ടറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. आज हम बनाने जा रहे मसाला പൊട്ടറ്റോ ഫ്രൈ दिखाएंगे कैसे है. ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാം. आलू लिया है, इसका छिलका निकाल के आएंगे. ഉരുളക്കിഴങ്ങിന്റെ എല്ലാം ഞാൻ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. आलू का पूरा छिलका निकाल के रखा है. अच्छे से धो के आएंगे. നല്ലതായിട്ട് കഴുകിയിട്ട് വരാം. ഉരുളക്കിഴങ്ങെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. आलू पूरा कटिंग करेंगे. നമുക്കിതൊന്ന് രണ്ടായിട്ടാക്കിയിട്ട് ഒത്തിരി ചെറുതാകുന്ന ഇത് നല്ല ഭംഗിയാകത്തില്ല. നമുക്ക് കുറച്ച് വലുതായിട്ട് മുറിച്ചെടുക്കാം. ഇതേപോലത്തെ സൈസ് ആക്കി എടുക്കാം. ബടാ ബനാएंगे. നമുക്കിതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ऐसे ही सब बड़ा बड़ा कटिंग करना है. ഇതെല്ലാം കട്ട് ചെയ്ത് വെള്ളത്തിനകത്തിട്ടില്ല. सब कटिंग करके पानी में डालेंगे. ഉരുളക്കിഴങ്ങ് മുഴുവനും കട്ട് ചെയ്ത് നല്ലതായിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. सब कटिंग करके पानी में डाल के रखा है. ഈ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നത് കടുകെണ്ണയിലാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. 2 ടേബിൾ സ്പൂൺ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ सरसों तेल डालेंगे. കടുകെണ്ണയിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏത് എണ്ണയ്ക്കകത്തും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഇടുന്നത് പാഞ്ച് പുട്ടൻ, കടുകൊക്കെ വറുക്കുന്ന പോലെ ഇടുന്നതാണ് പാഞ്ച് പുട്ടൻ. കരിഞ്ജീരകം, പെരിഞ്ജീരകം, നല്ല ജീരകം, പിന്നെ ഉലുവായും കടുകും അത് മിക്സ് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നതാണ്. നോക്കിക്കേ, 1 ടീസ്പൂൺ പാഞ്ച് പുട്ടൻ ഡാലുക. നമുക്കിത് പൊട്ടി വരുമ്പോൾ കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതിൽ കൂടെ കരിയാപ്പത്ത ഡാലുക. ഉരുളക്കിഴങ്ങിനകത്തുനിന്ന് നമുക്ക് വെള്ളമൊക്കെ മാറ്റി എടുത്തിട്ട് വരാം. अलूसे पानी निकाल के आएंगे. करियापत्ता इट नल्लाയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. करियापत्ता भी डाल के फ्राई किया. अभी आलू डालेंगे. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. आलू भी डाल के अच्छा से मिक्स करना है. फुल फ्लेम में इट ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. फुल फ्लेम में डाल के थोड़ा फ्राई करना है. നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ मीडियम फ्लेम में इट നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. आलू का पानी थोड़ा कम होने के बाद हम लोग मीडियम फ्लेम में डाल के फ्राई करेंगे. अभी मसाला बनाना है. നമുക്കിപ്പം മസാല ഉണ്ടാക്കാം. ഉണക്കമുളക് ഒരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 5 ലാൽ മിർച്ച, 2 ടേബിൾ സ്പൂൺ മല്ലി, ധനിയ 2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പെരുംജീരകം 1 ടീസ്പൂൺ, സോമ്പ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കറുത്ത ജീരകം, കാലാ ജീര, അയമോദകം 1 ടീസ്പൂൺ, അജ്വൈൻ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മേത്തി, ഉലുവ. ഇതെല്ലാം കൂടെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് കരേങ്കെ. നമുക്ക് ചെറിയ തീയിലിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് करना है एकदम लो फ्लेम में डाल के. നമ്മുടെ മസാല ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഡ്രൈ ആയിട്ടിട്ട് വറുത്താൽ മതി. ഡ്രൈ റോസ്റ്റ് करना है 2 मिनट खाली. इसके बाद बंद करके उसी पैन में रख दीजिए. ആ പാനിനകത്ത് തന്നെ ഇതൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. എന്നാലും അകം ഒന്നും വെന്തിട്ടില്ല. बाहर थोड़ा अच्छे से फ्राई हो गया, अंदर अच्छे से पका नहीं. 5 मिनट थोड़ा बंद करके पकने के लिए रखेंगे. നമുക്കിതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ഈ മസാല പൊടിച്ചിട്ട് വരാം. इस एक टाइम में हम लोग मसाला पाउडर करके आएंगे. मसाला നല്ലതായിട്ട് പൗഡർ ചെയ്തിട്ടുണ്ട്. मसाला अच्छे से पाउडर करके रखा है. अभी 5 मिनट हो गया. देखेंगे कैसे है. നമ്മുടെ ഉരുളക്കിഴങ്ങ് മുക്കാലും വെന്തിട്ടുണ്ട്. 3/4 अभी हो गया. अभी डालना है मसाला. നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ച മസാല മുഴുവനും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. अच्छे से मिला दीजिएगा. अच्छा खुशबू आ रही. നല്ല മണമായി. ഇതിൻ്റെ മസാല പൊടിച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മണമാണ് വരുന്നത്. കുറച്ച് നേരം ചെറിയ തീയിലിട്ട് വെക്കാം. लो फ्लेम में डाल के थोड़ा टाइम रखेंगे. मसाला इसमें पकड़ेंगे. നമ്മുടെ മസാല ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വെക്കാം. നമ്മൾ ഇതുവരെ ഉരുളക്കിഴങ്ങിന് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. अभी तक इसमें नमक दिया नहीं है. अभी नमक डाल रहे. ഈ സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഈ ടൈമിൽ നമക്ക് डाल रहे. ഉപ്പും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് വെക്കണം. नमक भी पकड़ने के लिए लो फ्लेम में डाल के थोड़ा टाइम रखेंगे.
ഞാനൊരു 2 टमाटो മുറിച്ചിട്ടുണ്ട്, വലുതായിട്ടാണ് മുറിച്ചത്. ബടാ ബടാ കട്ട് 2 टमाटो लिया है. अभी इसमें डाल दे. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത്തിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കാം. थोड़ा अच्छे से मिला के रखेंगे. टमाटो डाल के 2 मिनट थोड़ा बंद करके रखेंगे. टमाटो इട്ടിട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മസാല പൊട്ടറ്റോ ഫ്രൈ रेडी ആയി കഴിഞ്ഞു. मसाला पोटैटो फ्राई रेडी हो गया. अभी ऑफ करेंगे. നമുക്കിതൊന്ന് ഓഫ് ചെയ്തെടുക്കാം. സർവിങ് ഡിഷ് में डालना है. നമുക്ക് സർവിങ് ഡിഷിനകത്തോട്ട് എടുക്കാം. നമ്മുടെ മസാല പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്ക് ചോറിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെ എല്ലാം ഒത്തിരി ടേസ്റ്റിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा ट्राई करके देखिएगा. चावल के साथ और रोटी के साथ सब बढ़िया टेस्ट है. अच्छा मसाला है. आप लोगों को पसंद हो जाएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.